ഈ പറഞ്ഞ ഫാദർ ആരാ? ആരാ ഈ പറഞ്ഞ മാനേജ്മെന്റ് ഫാദർ ആരാ? ഫാദർ ഓഫ് മാനേജ്മെന്റ് ചെറവറ പറഞ്ഞേ, ആരാ ഫാദർ ഓഫ് മാനേജ്മെന്റ്? ഇത് ഹെൻറി ഫൈവളാണോ? ആരാ ഫാദർ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആരാ? ഇറ്റ് ഈസ് ഓർ ഹെൻറി ഫൈവളാണോ ഓർ ലൂതർ കുലിയാക്കനോട്? തെറ്റിക്കരുത്. ഫാദർ ഓഫ് മാനേജ്മെന്റ് ആരാ? ഫാദർ ഓഫ് മാനേജ്മെന്റിന്റെ ഫാദർ ആരാ? ഇറ്റ് ഈസ് ലൂതർ കുലിയാക്ക അല്ലേ? ആണോ അല്ലയോ? ഫാദർ ഓഫ് മാനേജ്മെന്റ് ആരാ? ഇറ്റ് ലൂതർ കുലിയാക്കം. ആരാ ഫാദർ ഓഫ് ദ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ആരാ? ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഫാദർ ആരാ? അത് ഹെൻറി ഫൈവൾ. എപ്പോഴും തെറ്റിപ്പോകുന്ന കാര്യമാണ്. ഇനി ഒരു കാര്യമുണ്ട്, ഒരു പേരുണ്ട്, ഒരു പേരൂടെ ഉണ്ട്. ആരാ ഈ പറയുന്ന ഫാദർ ഓഫ് ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? ക്വസ്റ്റ്യൻ കേട്ടോ? എവിടെയെങ്കിലും ഫാദർ ഓഫ് ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന പേര് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഇങ്ങനൊരു ചോദ്യം കൂടെ ഉണ്ട്. ആരാണ് ഫാദർ ഓഫ് ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഫാദർ ആരാ? 3 പേരുണ്ട്. അതിൽ ഫസ്റ്റ് 2 പഠിച്ചു. അടുത്ത ആളുടെ പേര് വളരെ ഇമ്പോർട്ടന്റാ, എപ്പോഴും തെറ്റിപ്പോകുന്ന ആളുടെ പേരാ ഫാദർ ഓഫ് ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടോ? ആ ഒരു ചോദ്യം ഇവിടെ കേട്ടിട്ടുണ്ടോ? ഫാദർ ഓഫ് ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആരായിരിക്കും? 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 സ്ക്രീനിൽ ഒരാൾ കാണുന്നുണ്ടോ? സ്ക്രീനിൽ ഒരു പേര് വളരെ ഇമ്പോർട്ടന്റ്, കാരണം എല്ലാവരും മിസ്സായി പോകുന്ന പേരാ, എല്ലാവരും മിസ്സാക്കി കളഞ്ഞ പേരാ. ആരാ ഫാദർ ഓഫ് ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? ചോദിക്കുവിടെ ഇസ് ദ വുഡ്രോ വിൽസൺ ആണോ? സോ ഇസ് ദ വുഡ്രോ വിൽസൺ ആണോ? ഈ പേര് ഏതെങ്കിലും ഒരു എക്സാം കണ്ടിട്ടുണ്ടോ? ഈ ഒരു പേര് ഏതെങ്കിലും എക്സാം റിപ്പീറ്റ് ആയിട്ട് പല പ്രാവശ്യം ചോദിച്ച ചോദ്യമായിരുന്നു. ആരാണ് ഫാദർ ഓഫ് ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? ആരാ ഫാദർ ഓഫ് ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? ഇസ് ദ വുഡ്രോ വിൽസൺ അല്ലേ ഫാദർ ഓഫ് ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേരെന്താ? ഇസ് ദ വുഡ്രോ വിൽസൺ. 3 വ്യത്യസ്തമായ ചോദ്യങ്ങൾ, 3 ചോദ്യങ്ങൾ. ആരാണ് ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്? ആരാണ് ഫാദർ ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്? ഫാദർ ആരാ? ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്, ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ. ശരിയല്ലേ? ശരിയല്ലേ? ഇനി ആരാണ് ഫാദർ ഓഫ് മാനേജ്മെന്റ്? ആരാണ് ഫാദർ ഓഫ് മാനേജ്മെന്റ്? ഇറ്റ് ഈസ് ദ ലൂതർ കുലിയാക്ക്. പേരറിയാം, ലൂതർ കുലിയാക്ക് എന്നും അറിയാം. ഇനി 3ാമത് ചോദ്യമാണ്, നിങ്ങൾ പഠിക്കാതെ വിട്ടുപോകുന്ന പേര്. ആരാണ് ഫാദർ ഓഫ് ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഫാദർ ആരാ? ഇറ്റ് ഈസ് വുഡ്രോ വിൽസൺ. വുഡ്രോ വിൽസൺ എന്ന് പറയാം. ഈ 3 പേരും പഠിച്ചോ? 3 പഠിച്ചോടെ? പഠിച്ചിട്ട് വുഡ്രോ വിൽസൺ. അപ്പൊ ഇനി പറയണം ആരാണ്. ഇപ്പൊ നമ്മൾ മറ്റൊരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യിപ്പിച്ചാൽ പറയുന്ന പേരെന്താ? നമ്മൾ മറ്റൊരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചാൽ പറയുന്ന പേരെന്താ? മാനേജ്മെന്റ് അല്ലേ? മാനേജ്മെന്റ് മറക്കരുത്. നമ്മൾ മറ്റൊരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ വിളിക്കുന്ന പേരെന്താ? മാനേജ്മെന്റ് എന്ന് വിളിക്കുക അല്ലേ? മാനേജ്മെന്റ് വിളിക്കാം. ഇനി കുറെ ഒബ്ജക്റ്റീവ്സ് വെച്ചുകൊണ്ട്, നമ്മൾ കുറെ ഒബ്ജക്റ്റീവ്സ് വെച്ചുകൊണ്ട് അത് നടപ്പിലാക്കുന്നതിന് പറയുന്ന പേരെന്താ? നമ്മൾ കുറെ ഒബ്ജക്റ്റീവ്സ് വെച്ചുകൊണ്ട് ആ കാര്യം നടപ്പിലാക്കുന്നതിന് പറയുന്ന പേരെന്താ? അഡ്മിനിസ്ട്രേഷൻ. വ്യത്യാസം മനസ്സിലായോ? നമ്മൾ മറ്റൊരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചാൽ മാനേജ്മെന്റ് അല്ലേ? നമ്മൾ മറ്റൊരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ്. ആ ജോലി ചെയ്യാൻ വേണ്ടി കുറെ ഒബ്ജക്റ്റീവ്സ് വെച്ചുകൊണ്ട് അത് നടപ്പിലാക്കിയാൽ പറയുന്ന പേരെന്താ? കുറെ ഒബ്ജക്റ്റീവ്സ് വെച്ചുകൊണ്ട്, എന്തെങ്കിലുമൊക്കെ ഒബ്ജക്റ്റീവ്സ് വെച്ചുകൊണ്ട് അത് നടപ്പിലാക്കിയാൽ പറയുന്ന പേര് അഡ്മിനിസ്ട്രേഷൻ. വ്യത്യാസം മനസ്സിലാക്കിയോ? വ്യത്യാസം മനസ്സിലാക്കിയോ? അപ്പൊ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, കുറെ ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യാറുണ്ട് അല്ലേ? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കുറെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഫോം ചെയ്യാറുണ്ട്. ശരിയാണോ ഇല്ലയോ? ഉണ്ടോടെ? ഉണ്ടോടെ? അഡ്മിനിസ്ട്രേഷൻ ഉണ്ടോ? ആലോചിച്ച് പറയുക. ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. അപ്പൊ കുറെ ഒബ്ജക്റ്റീവ്സ് ഉള്ള ഇത് അഡ്മിനിസ്ട്രേഷൻ അല്ലേ? കുറെ ഒബ്ജക്റ്റീവ്സ് ഉള്ള ഇത് അഡ്മിനിസ്ട്രേഷൻ അല്ലേ? ആ ഒബ്ജക്റ്റീവ്സ് ഇത് നടപ്പിലാക്കുന്ന ആരായിരിക്കും? ഇത് മാനേജ്മെന്റ് അല്ലേ? അഡ്മിനിസ്ട്രേഷനകത്തുള്ള കുറെ ഒബ്ജക്റ്റീവ്സിനെ ആ നടപ്പിലാക്കുന്ന ആരായിരിക്കും? മാനേജ്മെന്റ് അല്ലേ?
വ്യത്യാസം മനസ്സിലായോ? നിങ്ങൾ എല്ലാവരും ഹോസ്പിറ്റൽ ഉണ്ടല്ലോ സംഭവം, നിങ്ങൾ എല്ലാവരും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടല്ലോ, അഡ്മിനിസ്ട്രേഷനിലോ അവിടെ കുറെ സ്ട്രാറ്റജീസും കുറെ പോളിസീസും അതുണ്ടായിരിക്കുമല്ലോ. ഉണ്ട് ഉണ്ടോ 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 ഉണ്ട്. ഇപ്പൊ ഇപ്പൊ ആസ് എ സ്റ്റാഫ് നേഴ്സ് നിങ്ങളുടെ ഈ പറഞ്ഞ ഇന്ത അഡ്മിനിസ്ട്രേഷൻ ആരൊക്കെ ഉണ്ടായിരിക്കും? ആസ് എ സ്റ്റാഫ് നേഴ്സ് നിങ്ങളുടെ ഈ പറഞ്ഞ ഇന്ത അഡ്മിനിസ്ട്രേഷൻ ആരാ ഉള്ളത്? ആരാ ഉള്ളത്? ആരൊക്കെ ഉണ്ടായിരിക്കും? ഇത് ഹെഡ് നേഴ്സ് ഉണ്ടോ? ഇന്ത ഹെഡ് നേഴ്സ് ഉണ്ടോ? ഓർ സൂപ്രണ്ട് ഉണ്ടോ? സൂപ്രണ്ട് ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോ അവിടെ? ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ഏതൊക്കെ സ്റ്റാഫ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്ന പറഞ്ഞാരാ? ഏതൊക്കെ സ്റ്റാഫ് ഏതൊക്കെ ഇന്ത ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യണം എന്ന് പറയുന്നാരാ? ഇത് അഡ്മിനിസ്ട്രേഷൻ ആണോ അവിടുത്തെ മാനേജ്മെന്റ് ആണോ? ഏതൊക്കെ സ്റ്റാഫ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യണം അവിടെ വർക്ക് ചെയ്യണം എന്ന് പറയുന്നത് ഇത് അഡ്മിനിസ്ട്രേഷൻ ആണോ അവിടുത്തെ മാനേജ്മെന്റ് ആണോ? ആ തീരുമാനം എടുക്കുന്ന ആരായിരിക്കും? ആ തീരുമാനം എടുക്കുന്ന അഡ്മിനിസ്ട്രേഷൻ അല്ലേ? ആ തീരുമാനം എടുക്കുന്ന അഡ്മിനിസ്ട്രേഷൻ, തീരുമാനം അഡ്മിനിസ്ട്രേഷൻ അല്ല 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 അഡ്മിനിസ്ട്രേഷൻ അല്ലേ? ആണല്ലോ. അത് നടപ്പിലാക്കുന്ന ആരാ? തീരുമാനമെടുക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അത് നടപ്പിലാക്കുന്ന ആരാ? അത് നടപ്പിലാക്കുന്ന ആരാ? അത് മാനേജ്മെന്റ് അല്ലേ? ആലോചിച്ച് നോക്കി, ഏതൊക്കെ സ്റ്റാഫ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണം തീരുമാനം എടുക്കുന്ന അഡ്മിനിസ്ട്രേഷൻ. തീരുമാനമെടുക്കുന്ന അഡ്മിനിസ്ട്രേഷനും അത് ശരിയല്ലേ? ശരിയല്ലേ? തീരുമാനം അഡ്മിനിസ്ട്രേഷനാണ്. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് നടപ്പിലാക്കുന്ന ആരായിരിക്കും? നടപ്പിലാക്കുന്നതായിരിക്കും മാനേജ്മെന്റ് അല്ലേ? മാനേജ്മെന്റ് അല്ലേ? മാനേജ്മെന്റ് അല്ലേ? യെസ്. ഇത് ക്ലിയർ? ഇത്ര ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഒറ്റ കാര്യം ഓർമ്മിച്ചാൽ മതി, ഒറ്റ കാര്യം ഓർമ്മിക്കുക. ഒരു തീരുമാനം എടുക്കുന്നത് മാനേജ്മെന്റ് ആണോ അഡ്മിനിസ്ട്രേഷൻ ആണോ? ഒരു തീരുമാനം എടുക്കുന്നത് മാനേജ്മെന്റ് ആണോ അഡ്മിനിസ്ട്രേഷൻ ആണോ? ഒറ്റ ചോദ്യം. അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ. ഇനി ആ തീരുമാനത്തെ അവിടെ നടപ്പിലാക്കുന്നത് ആരാ? ആ തീരുമാനത്തെ അവിടെ നടപ്പിലാക്കുന്ന ആരാ? മാനേജ്മെന്റ്. വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായോ? അവിടെ ആ ഒരു ഇപ്പൊ ഒരു വാർഡിൽ കുറെ സ്റ്റാഫ് നേഴ്സ് ഉണ്ട്, അവിടെ ഹെഡ് നേഴ്സ് ഉണ്ട്. ആ പറഞ്ഞ ഹെഡ് നേഴ്സ് ഇപ്പൊ നിങ്ങൾ 5-6 പേരുണ്ടെങ്കിൽ ഈ സ്റ്റാഫ് പോയി ഇന്ന പേഷ്യന്റ് ഈ പറഞ്ഞ കെയർ കൊടുക്കാൻ പറഞ്ഞാൽ അത് മാനേജ്മെന്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ ആണോ? ഇപ്പൊ ഇത്രയും സിസ്റ്റർമാരുണ്ട്, ഇപ്പൊ നിങ്ങളെ വിളിച്ച് പറയുന്നു ഇന്ന പേഷ്യന്റ് എടുത്ത് പോയി ഇന്ന ട്രീറ്റ്മെന്റ് കൊടുക്കും. ആലോചിച്ച് പറയാം മാനേജ്മെന്റിൽ ഇപ്പൊ ഈ പറഞ്ഞ നഴ്സ് സൂപ്രണ്ട് പറയാണ് ഇന്ന സ്റ്റാഫ് ഇട്ട് ജോലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനേജ്മെന്റ് അല്ലേ? ആലോചിച്ചോളാം, പറയുക. യെസ്. ഈ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആളെ പറയുന്നത് ഇത് അഡ്മിനിസ്ട്രേഷൻ ആണോ? അതേ നിങ്ങളുടെ സ്റ്റാഫ് നഴ്സിൽ ഏറ്റവും ഈ പറഞ്ഞ നഴ്സ് സൂപ്രണ്ട് ഉണ്ടെങ്കിൽ, നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ടെങ്കിൽ ആ സൂപ്രണ്ട് ചെയ്യുന്ന കാര്യം മാനേജ്മെന്റ് ആണോ അഡ്മിനിസ്ട്രേഷൻ ആണോ? സൂപ്രണ്ട് ഇസ് ഓപ്പറേറ്റീവ് ഫങ്ഷൻ ചെയ്യുന്നത്. ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ചെയ്യുന്നത് ആരാ? ഓപ്പറേറ്റീവ് ഫങ്ഷൻ ഏറ്റവും മേളിലിരുന്നുകൊണ്ട് അവിടെ പോ ഇവിടെ പോ. അഡ്മിനിസ്ട്രേഷൻ അല്ലേ? അഡ്മിനിസ്ട്രേഷൻ അല്ലേ? അഡ്മിനിസ്ട്രേഷൻ അല്ലേ? അപ്പൊ എപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഏറ്റവും ഇൻ ദ ലോവർ ലെവൽ ഫങ്ഷൻ അല്ലേ? ഓർമ്മിക്കണം, മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ വരുന്നത് എവിടെ? ഇൻ ദ ലോവർ ലെവലുള്ള ഫങ്ഷൻ അല്ലേ? അല്ലേ? ഇൻ ദ മിഡിലും ഓർ ദ ലോവർ ലെവൽ ഫങ്ഷൻ അല്ലേ? അല്ലേ? അപ്പൊ ഏറ്റവും ഇൻ ദ ഹയർ ലെവൽ ആയിരിക്കും
ഏറ്റവും ഹയർ ലെവൽ ഫങ്ഷൻ ചെയ്യുന്ന അഡ്മിനിസ്ട്രേഷൻ. മറക്കരുത്, ഏറ്റവും ഹയർ ലെവൽ, ഏറ്റവും മുകളിലുള്ള ഫങ്ഷൻ എപ്പോഴും ചെയ്യുന്ന അഡ്മിനിസ്ട്രേഷനും ആൻഡ് ഏറ്റവും ലോവർ ലെവലുള്ള ഫങ്ഷൻ എപ്പോഴും ചെയ്യുന്ന മാനേജ്മെന്റും. രണ്ട് വ്യത്യാസം മനസ്സിലാവും. ഏറ്റവും ലോവർ ലെവലുള്ള ഫങ്ഷൻസ് എപ്പോഴും ചെയ്യുന്ന മാനേജ്മെന്റ്, മാനേജ്മെന്റ് ആൻഡ് ഹയർ ലെവൽ ഫങ്ഷൻ ചെയ്യുന്ന അത് അഡ്മിനിസ്ട്രേഷൻ. വ്യത്യാസം മനസ്സിലായവിടെ? വ്യത്യാസം മനസ്സിലായവിടെ? മനസ്സിലായവിടെ? ഒരു ചോദ്യം ഇപ്പൊ നിങ്ങൾ ജോലി സ്ഥലത്ത് അവിടെ കുറെ ഇമ്പോർട്ടന്റ് പോളിസീസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ജോലി ചെയ്തെടുത്ത് അവിടെ കുറെ ഇമ്പോർട്ടന്റ് പോളിസീസ് ഉണ്ടായിരിക്കും. അത് കൊണ്ടുവരുന്നത് മാനേജ്മെന്റ് ആണോ അഡ്മിനിസ്ട്രേഷൻ ആണോ? നിങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത്, ജോലി സ്ഥലത്ത് കുറെ പോളിസീസ്, കുറെ ഹോസ്പിറ്റൽ പോളിസീസ് ഉണ്ടായിരിക്കും. അത് കൊണ്ടുവന്ന് വയ്ക്കുന്നത് മാനേജ്മെന്റ് ആണോ അഡ്മിനിസ്ട്രേഷൻ ആണോ? അഡ്മിനിസ്ട്രേഷൻ അല്ലേ? അഡ്മിനിസ്ട്രേഷൻ അല്ലേ? അല്ലേ? ഇനി ആ പറഞ്ഞ പോളിസീസ് വർക്ക് ചെയ്യിപ്പിക്കുന്ന ആരാ? അതേ ഹോസ്പിറ്റലിലുള്ള പോളിസീസിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ആരാ? മാനേജ്മെന്റ്. മാനേജ്മെന്റ്. രണ്ടിന്റെ വ്യത്യാസം മനസ്സിലായോ? ഇത്രയും സമയം പറഞ്ഞ കുറെ എക്സാമ്പിൾസും രണ്ട് വാക്കിന്റെ അർത്ഥം മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷൻ വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായവിടെ? മനസ്സിലായവിടെ? അപ്പൊ ആരാ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ ഓഫ് മാനേജ്മെന്റ് ആരാ? ആരാ ഫാദർ ഓഫ് മാനേജ്മെന്റ്? ആരാ ഫാദർ ഓഫ് മാനേജ്മെന്റ്? ഫാദർ ഓഫ് മാനേജ്മെന്റ് ആരാ? ഷോർട്ട് ഫോം കമന്റ് ചെയ്താൽ മതി. ഷോർട്ട് ഫോമിൽ കമന്റ് ചെയ്യുക. ഇത് ലൂതർ ഗുലിയാക്ക് അല്ലേ? ആരാ ഫാദർ ഓഫ് മാനേജ്മെന്റ് ചോദിച്ചാൽ ലൂതർ ഗുലിയാക്ക്. ആരാ ദ ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആരാ? ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആരാ? ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഇറ്റ് ഈസ് ദ ഹെൻറി ഫൈവ് ആണോ? ഹെൻറി ഫൈവ് ആണോ? അവിടെ ഹെൻറി ഫൈവ് ആണോ? ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആലോചിച്ച് പറയുക. ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആണോ? ആലോചിച്ച് പറയട്ടെ, ആണോ? ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തെറ്റിക്കാതെ പറയുക. ആണോ? ഹെൻറി ഫൈവ് ആണ്. ആണ്. ഫാദർ ഓഫ് മാനേജ്മെന്റ് ചോദിച്ചാൽ ലൂതർ ഗുലിയാക്കും, ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ചോദിച്ചാൽ ഹെൻറി ഫൈവ്. ഒരു തെറ്റുമില്ലാതെ പറയുക, ഉറപ്പിച്ച് പഠിക്കുക. ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ചോദിച്ചാൽ ആരാ? ഹെൻറി ഫയോൾ. ചോദിക്കും, റിപ്പീറ്റ് ആയിട്ട് 1, 2, 3, 4, 5 പ്രാവശ്യമല്ല, പല തവണ ചോദിച്ചൊരു ചോദ്യമാണ്. ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഹെൻറി ഫയോൾ. ഫാദർ ഓഫ് മാനേജ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ലൂതർ ഗുലിയാക്ക്. ഒരു ചോദ്യം കൂടെ ഉണ്ട്. ദ ഫാദർ ഓഫ് ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആരാ? ഫാദർ ഓഫ് ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ that is വുഡ്രോ വിൽസൺ എന്ന കാര്യം കൂടെ ഓർമ്മിക്കുക. ശേഷം പറഞ്ഞ കാര്യം ഇത് മാനേജ്മെന്റിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും വ്യത്യാസം പറഞ്ഞു തന്നു. അത് മനസ്സിലായല്ലോടെ? അത് മനസ്സിലായവിടെ? അവ ചോദിക്കും, ഏറ്റവും നല്ല ഹയർ ലെവൽ ഫംഗ്ഷൻ ചെയ്യുന്ന ആരാ? മാനേജ്മെന്റ് ആണോ അഡ്മിനിസ്ട്രേഷൻ ആണോ? ഏറ്റവും ഹയർ ലെവൽ ഫംഗ്ഷൻ ചെയ്യുന്നവരാ? അങ്ങനെയും ചോദിക്കാം. ഹയർ ലെവൽ ഫംഗ്ഷൻ ചെയ്യുന്നവരാ? അഡ്മിനിസ്ട്രേഷനും ഓർ ദ ലോവർ ലെവൽ ആരാടെ? ലോവർ ലെവൽ ഫംഗ്ഷൻസ് വോയിസ് കേൾക്കാം. അവിടെ എല്ലാവർക്കും വോയിസ് കേൾക്കാമല്ലോ? ഇടയ്ക്ക് എന്റെ കൈ ചേർത്തിട്ടുന്നത് കേട്ടോ. ഇടയ്ക്ക് എന്റെ കൈ തട്ടുന്നതാണ്, അതുകൊണ്ടാണ് വോയിസ്. ഞാനിങ്ങനെ സംസാരിക്കുമ്പോ എന്താണ് എന്റെ കൈകൾ അനങ്ങാറുണ്ട്. കേൾക്കുന്നുണ്ടോ? ഒരു കാര്യം പറയുമ്പോഴേ ഞാൻ പഠിപ്പിക്കുന്നതാണ്, എന്റെ കൈകൾ വെറുതെ ഇരിക്കാറില്ല. എന്റെ രണ്ട് കൈയും വെറുതെ ഇരിക്കാറില്ല. പറഞ്ഞു എന്ത് ചെയ്യും? നേരെ അങ്ങോട്ട് പോകും. സോ ഇപ്പൊ കാണാമല്ലോ, കേൾക്കാമല്ലോ. സോ നമുക്ക് നോക്കാൻ പോകുന്ന ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നോക്കാം. അവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടും. സ്റ്റാർട്ട് ചെയ്യാം. ഇതെങ്കിലും ഫസ്റ്റ് കാര്യം ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ഇൻട്രോഷൻ ക്ലിയർ ആയല്ലോ? ഇൻട്രോഷൻ ക്ലിയർ ആയല്ലോ?
യെസ്, ക്ലിയർ ആയി, ക്ലിയർ ആയി. അറിയേണ്ട കാര്യം, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി കാണാൻ പോകുന്ന ടോപ്പിക്കാണ് ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. എത്ര പ്രിൻസിപ്പിൾ ഉണ്ട്, എത്ര പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ആരാണ് പ്രിൻസിപ്പിൾ കൊണ്ടുവന്നതെന്ന് ചോദിക്കാം. അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം ആരെങ്കിലും എപ്പോഴെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഈ പറഞ്ഞ 40 പ്രിൻസിപ്പിൾ ചോദ്യം ആരെങ്കിലും എപ്പോഴെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയി ചോദിക്കും. ആരാണ് ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? അത് കൊണ്ടുവന്ന ആളുടെ പേരാണ് ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം. ആർക്ക് പറയാം? ആർക്ക് പറയാം? ഒരു നിമിഷം, ആർക്ക് പറയാം? പറഞ്ഞു പഠിക്ക. ആരാ 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 കൊണ്ടുവന്നത്? ആരാ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അത് കൊണ്ടുവന്ന ആളുടെ പേരെന്താ? ഇത് ഹെൻറി ഫയോളാണോ, ലൂതർ ഗുലിയാക്കാണോ? ഹെൻറി ഫയോളല്ലേ. ആരാ ഈ പറഞ്ഞത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് കൊണ്ടുവന്ന പേരെന്താ? ആരാണ്? ഇത് കഴിഞ്ഞ വർഷം ഈ എക്സാം ആയിട്ടുണ്ടോ? ഇത് ഈ കഴിഞ്ഞ വർഷം ഈ ഒരു ചോദ്യം ആരാ ഇത് ഫോർമുലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഉണ്ടോ? അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഈ ചോദ്യം? നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? യെസ് ഓർ നോ പറയുക. നിങ്ങൾ ഈ ഒരു ചോദ്യം പ്രീവിയസ് എക്സാം ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ആരാണ് ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അത് ഫോർമുലേറ്റ് ചെയ്തത്? ആരെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. സ്പീഡിൽ പഠിക്കണോ പയ്യെ പഠിക്കണോ? വേണ്ട, പയ്യെ പഠിച്ച കാരണം എന്താ? സമയമുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ആരാണ് ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അത് ഫോർമുലേറ്റ് ചെയ്ത ആളുടെ പേര് വളരെ കൃത്യമായി തന്നെ ചോദിക്കും. ആരാണ് ഈ പറഞ്ഞത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഫോർമുലേറ്റ് ചെയ്തത്? ഇത് ഹെൻറി ഫയോൾ അല്ലേ? ഹെൻറി ഫയോൾ അല്ലേ? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആരാണ് ഫോർമുലേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം വരും, അത് ഹെൻറി ഫയോൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ഹെൻറി ഫയോളിനെ പറയുന്ന മറ്റൊരു പേരുണ്ട്. ആർക്ക് പറയാം? ഫാദർ ഓഫ് ദ ഫങ്ഷണൽ മാനേജ്മെന്റ് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് എല്ലാം ഫോർമുലേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞത് ഹെൻറി ഫയോളിനെ പറയുന്ന മറ്റൊരു പേരുണ്ട്, ദ ഫങ്ഷണൽ മാനേജ്മെന്റ് ഫാദർ. കേട്ടിട്ടുണ്ടോ? ചോദ്യം കണ്ടിട്ടുണ്ടോ? ചോദ്യം കണ്ടിട്ടുണ്ടോ? ഫാദർ ഓഫ് ദ ഫങ്ഷണൽ മാനേജ്മെന്റ് ചോദിച്ച ചോദ്യമാണ്. ആരാണ് ഫാദർ ഓഫ് ദ ഫങ്ഷണൽ മാനേജ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആരെ പേര് എഴുതും? ആരെ എഴുതും? ഹെൻറി ഫയോൾ. കാരണം എന്താ? അദ്ദേഹമാണ് ഈ പറഞ്ഞ മാനേജ്മെന്റ് എല്ലാ പ്രിൻസിപ്പിളും കൊണ്ടുവന്നത്. അദ്ദേഹമാണ് ഈ പറഞ്ഞ മാനേജ്മെന്റിന്റെ എല്ലാ പ്രിൻസിപ്പിളും കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ചോദിക്കും, ആരാണ് ഫാദർ ഓഫ് ദ ഫങ്ഷണൽ? ചോദിക്കും. ആരെ പേര് എഴുതൂടെ? ദ ഫങ്ഷണൽ മാനേജർ ആരെഴുതും? ആരെഴുതും? ഹെൻറി ഫയോൾ. എഴുതോ? എഴുതോ? സോ അദ്ദേഹം നല്ല ഈ പറഞ്ഞത് ഒരു 14 പ്രിൻസിപ്പിൾ കേട്ടിട്ടുണ്ടോ? ഒരു 14 പ്രിൻസിപ്പിൾ ഞാൻ പറയും. അത് അറിയാണ്. ചോദിക്കും, ക്വസ്റ്റ്യൻ വരും. ചോദിക്കും, ആ ഒരു ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരും. ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ചോദ്യം കണ്ടിട്ടുണ്ടോ? ഈ ഒരു 14 പ്രിൻസിപ്പിൾസ് 14 പ്രിൻസിപ്പിൾ ചോദ്യം കണ്ടിട്ടുണ്ടോ? 14 ചോദ്യം കണ്ടിട്ടുണ്ടോ? പറയുക, ചോദ്യം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ചോദ്യം കണ്ടിട്ടുണ്ടോ? 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഒരു 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ചോദ്യം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. സോ ദ ഫസ്റ്റ് വരുന്ന പ്രിൻസിപ്പിൾ ഏതാ? സോ ദ ഫസ്റ്റ് വരുന്ന പ്രിൻസിപ്പിൾ ഏതാ? ഇസ് ദ ഡിവിഷൻ ഓഫ് ലേബർ അല്ലേ? ഫസ്റ്റ് വരുന്ന പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരെന്താ? ഇറ്റ് ഇസ് ദ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താ? ആർക്ക് പറയാം? എന്ത് സംഭവം എന്തായിരിക്കും? സംഭവം എന്തായിരിക്കും? ആർക്ക് പറയാം? സംഭവം എന്താ? ആർക്ക് പറയാം? ആർക്കും പറയാൻ പറ്റും?
എനിവൺ പറയോ? ആരെങ്കിലും പറയോ? ആർക്ക് പറയും? ഈ പറഞ്ഞ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞ എന്താ? ഈ പറഞ്ഞ ജോലി പലർക്കായിട്ട് തിരിച്ചുവിടുകയല്ലേ? ഈ പറഞ്ഞ ജോലി പലർക്കായിട്ട് അത് ഡിവൈഡ് കൊടുക്കുന്നതാണോ? ഈ പറഞ്ഞ ജോലി അത് പലർക്കായത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതല്ലേ? ജോലികൾ ആസ് എ സ്റ്റാഫ് നേഴ്സ് ഈ പറഞ്ഞ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ സ്റ്റാഫ് നേഴ്സ് ഈ പറഞ്ഞ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആ ജോലി പലർക്ക് ഡിവൈഡ് കിട്ടിയിട്ടുണ്ടോ? ജോലി പലർക്കായിട്ട് ഡിവൈഡ് കിട്ടിയിട്ടുണ്ടോ? ഇന്ന വാടി പൊയ്ക്കോളണം, ഇന്ന വാടി ഇന്ന് ഡ്യൂട്ടി പോകണം, ഉണ്ടായിട്ടുണ്ടോ? സോ ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ ഇന്ന് നഴ്സിംഗ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. ശരിയല്ലേ? ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ തന്നെയാണ് അത് സ്റ്റാഫ് നേഴ്സിലോട്ട് വരുമ്പോൾ ഇന്ന് നഴ്സിംഗ് മാനേജ്മെന്റ് പ്രിൻസിപ്പിളും ഇത് തന്നെയാണ്. സോ അറിയണം എന്താണ് വളരെ പെർഫെക്റ്റ് ആയുള്ള പ്രിൻസിപ്പിൾ ആണ് ഈ പറഞ്ഞ ഹെൻറി ഫയൽ പറഞ്ഞത്. നോക്കാം അത് എന്തൊക്കെ വരും. ഫസ്റ്റ് വരുന്ന കാര്യം എന്താ? ഇത് ഡിവിഷൻ ഓഫ് ലേബർ. സംഭവം എന്തായിരിക്കും? പലർക്കായിട്ട് ഈ പറഞ്ഞ ജോലി ഡിവൈഡ് കൊടുക്കുന്നതാണോ? പലർക്കായിട്ട് ഈ പറഞ്ഞ ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണോ? അത് പലർക്കായിട്ട് നമ്മുടെ ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണോ ഈ പറയുന്ന ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്? ആലോചിച്ച് പറയുക. ആലോചിച്ച് പറയുക. പറയട്ടെ, എല്ലാരും പറയട്ടെ, നിങ്ങൾ എല്ലാരും പറയണം. പലർക്കായിട്ട് ഈ പറഞ്ഞ ജോലി ഡിവൈഡ് കൊടുക്കുന്നതാണോ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്? ആണല്ലേ? പലർക്കായിട്ട് ഈ പറഞ്ഞ നിങ്ങൾ ജോലി ഡിവൈഡ് കൊടുക്കുന്ന പറയുന്ന പേരെന്താ? ഡിവിഷൻ ഓഫ് ലേബർ അല്ലെ? പല ഡിപ്പാർട്ട്മെന്റുകൾക്കും, ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല, പല ഡിപ്പാർട്ട്മെന്റുകളിലോട്ടും പല ജിയോഗ്രഫിക്കൽ ഏരിയ ആയിരിക്കും, പലയിടത്തോട്ടും എന്താണ് ഈ പറഞ്ഞ എന്താണ് നിങ്ങൾ ജോലി ഡിവൈഡ് കൊടുക്കുന്ന പറയുന്ന പേരെന്താ? ഡിവിഷൻ ഓഫ് ലേബർ അല്ലേ? ഡിവിഷൻ ഓഫ് ലേബർ. ഫസ്റ്റ് പ്രിൻസിപ്പൽ ക്ലിയർ ആയോ? ഫസ്റ്റ് പ്രിൻസിപ്പൽ എന്താ? ഡിവിഷൻ ഓഫ് ലേബർ. ജോലി പലർക്കായിട്ട് ഡിവൈഡ് കൊടുക്കുക. അത് ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ പഠിക്കാൻ? എളുപ്പമായിട്ട് മാനേജ് പഠിക്കാൻ എളുപ്പമല്ലേ? പറഞ്ഞ ആരാ ഫാദർ ഓഫ് മാനേജ്മെന്റ്? ആരാ ഫാദർ ഓഫ് മാനേജ്മെന്റ്? ഹെൻറി ഫയൽ. ആരാണ് ഫാദർ ഓഫ് മാനേജ്മെന്റ്? ഫാദർ ഓഫ് മാനേജ്മെന്റ് തെറ്റിക്കരുത്. ലൂതർ. ആരാ ഈ പറഞ്ഞ ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്? ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്. അഡ്മിനിസ്ട്രേഷന്റെ ഫാദർ ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ്. തെറ്റിക്കാൻ പറയണേ. ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്. ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആണ്. ഇറ്റ് ഈസ് ഹെൻറി ഫയൽ. ആരാ ഫാദർ ഓഫ് ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഫാദർ ആരാ? വുഡ്രോ വിൽസൺ. തെറ്റിക്കൽ. ചോദ്യം 3 ചോദ്യം. അത് പ്രിൻസിപ്പിൾസ് നോക്കിയപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറഞ്ഞു ഡിവിഷൻ ഓഫ് ലേബർ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറഞ്ഞു. സെക്കൻഡ് പ്രിൻസിപ്പിൾ ആണ് അതോറിറ്റി ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി. സെക്കൻഡ് വരുന്ന പ്രിൻസിപ്പിൾ ഏതാ? അതോറിറ്റിയും ആൻഡ് ദ റെസ്പോൺസിബിലിറ്റിയും. എന്താ അതോറിറ്റി, എന്താ റെസ്പോൺസിബിലിറ്റി? അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതോറിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സബോർഡിനേറ്റിനോട് ഒരു കാര്യം ചെയ്യിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണോ? അതോറിറ്റി എന്ന് പറയുമ്പോൾ സബോർഡിനേറ്റിനോട് ഒരു കാര്യം ചെയ്യിപ്പിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ളവരാണോ അതോറിറ്റി എന്ന് പറയുന്നത്? സബോർഡിനേറ്റിനോട് ഓർഡർ കൊടുത്തുകൊണ്ട് ആ ഓർഡർ ക്യാരി ഔട്ട് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ് കൊടുക്കുന്ന ആളും കൂടെ അല്ലേ അതോറിറ്റി എന്ന് പറയുന്നത്? കുറെ റെസ്പോൺസിബിലിറ്റി ഇല്ലേ? സബോർഡിനേറ്റിനോട് കുറെ ഓർഡർ കൊടുത്തുകൊണ്ട് അത് ചെയ്യിപ്പിക്കാനുള്ള കപ്പാസിറ്റി ആൾക്കാരായിരിക്കണ്ടേ? വേണോ വേണ്ടേ? ഇപ്പൊ നിങ്ങൾ ഇത് ഹെഡ്നേഴ്സ് ഓർമ്മിച്ചാൽ മതി. സബോർഡിനേറ്റിനോട് ഒരു കാര്യം പറയുന്നു, കുറെ കാര്യം ചെയ്യിപ്പിക്കാൻ പറയുന്നു, അത് ചെയ്യിപ്പിക്കാനുള്ള ഒബ്ജക്റ്റീവ് കൂടെ കൊണ്ടുവരുന്നുണ്ട്. രാവിലെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവർ കുറച്ച് കാര്യം തീരുമാനിച്ച് ഉറച്ചാ വരുന്നത്. ശരിയല്ലേ? നിങ്ങളെ കൊണ്ട്
അത് ചെയ്യിപ്പിക്കണം. പിന്നെ കുറെ ഓർഡർ കൊടുത്തുണ്ട്. കുറെ ഓർഡർ കൊടുക്കാനുള്ള കപ്പാസിറ്റി ആണല്ലേ സബോർഡിനേറ്റിനോട് കുറെ ഓർഡർ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളല്ലേ അതോറിറ്റി എന്ന് പറഞ്ഞത്. ശരിയല്ലേ? സോ അതും ക്ലിയർ ആയോ? സോ രണ്ട് പ്രിൻസിപ്പിൾ പറഞ്ഞു. ഫസ്റ്റ് ഏതാ? ഡിവിഷൻ ഓഫ് ലേബർ. ജോലി ഡിവൈഡ് എടുക്കുക. രാവിലെ വരുമ്പോൾ ആ ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ കാര്യം അത് ചെയ്യിപ്പിക്കുക. കുറെ കാര്യം പറഞ്ഞുകൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ടോ? അതോറിറ്റി. ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ഫസ്റ്റ് രണ്ട് കാര്യം അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടായിരിക്കും. ആസ് എ ഡെയിലി ലൈഫിൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യവും അനുഭവിച്ചിട്ടുണ്ടോ എല്ലാവരും? ഫസ്റ്റ് ഈ പറഞ്ഞ ഡിവിഷൻ ഓഫ് ലേബറും സെക്കൻഡ് അതോറിറ്റി. ഉണ്ട്. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ഡിസിപ്ലിൻ. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ഡിസിപ്ലിൻ. കാരണം എല്ലാ ജോലി ചെയ്യുന്നിടത്തും അവിടെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടോ? അവിടെ സബോർഡിനേറ്റ് ആ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കുന്ന ആളാവണ്ടേ? ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടായിരിക്കും. അത് അനുസരിക്കുന്ന ഒരാളായിരിക്കണം സബോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ. സോ ദ ഡിസിപ്ലിൻ ഈസ് ഇമ്പോർട്ടന്റ്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഡിസിപ്ലിൻ എന്ന് പറയും. നാലാമത്തെ പേര് നിങ്ങൾ കേരള PC എക്സാം പ്രീവിയസ് കണ്ടിട്ടുണ്ട്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്നൊരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഏതെങ്കിലും എക്സാംസിന് യൂണിറ്റി ഓഫ് കമാൻഡ് ഓപ്ഷനകത്തുണ്ടോ? ഉണ്ട്. പ്രീവിയസ് ചോദ്യമായിരുന്നു. പ്രീവിയസ് ഈ പറഞ്ഞ പ്രിൻസിപ്പിളിനകത്ത് വരുന്നത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്ന് യൂണിറ്റി ഓഫ് കമാൻഡ് എന്താ? ഈ പറഞ്ഞ പ്രിൻസിപ്പിളിനകത്ത് ഇതുണ്ടോ ഇല്ലയോ ചോദ്യം ഉണ്ടായിരുന്നു. ആ എക്സാം എഴുതിയ ആൾക്കാർക്ക് ഓർമ്മയുണ്ടായിരിക്കും. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റി ഓഫ് കമാൻഡ് അല്ലെങ്കിൽ ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആർക്ക് പറയാം? സിമ്പിൾ ഉത്തരവാണ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞ ആരോ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയുമ്പോൾ അത് ഞാൻ മാത്രം പറഞ്ഞാൽ മാത്രമേ ശരിയാത്തുള്ളൂ. അതേ കാര്യം പറയുന്നത് പല ആൾക്കാർ ഒരു കാര്യം ചെയ്യിപ്പിച്ച് നടക്കോടെ. ഇപ്പൊ ഒരു കാര്യം ചെയ്യിപ്പിക്കണമെങ്കിൽ ഇവിടെ പല ആൾക്കാർ സെയിം ഓർഡർ കൊടുത്താൽ പറ്റൂടെ? ശരിയാവോ? ഒരു കാര്യം തന്നെ പല ആൾക്കാർ വ്യത്യസ്തമായി പറഞ്ഞാൽ ശരിയാവോ? ഒരേ കാര്യം പല ആൾക്കാർ വ്യത്യസ്തമായി പറഞ്ഞാൽ ആ ഒരു ഓർഡർ ശരിയാവത്തില്ല. അതിന് പകരം എപ്പോഴും ഒരാൾ മാത്രം ഒരു ഹെഡ് മാത്രം എപ്പോഴും കമാൻഡ് ചെയ്യാൻ വേണ്ടി. ശരിയല്ലേ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലേ? ഉണ്ട്. ആ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഒരു ഹെഡ് ഉണ്ടോ? എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു ഹെഡ് ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാ അത്? ആ ഹെഡ് പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കമാൻഡ് അനുസരിക്കാറില്ലേ? അപ്പോൾ ഒരു ചെയിൻ ഓഫ് കമാൻഡ് അവിടെ ഇല്ലേ? ശരിയല്ലേ? ആ ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി എപ്പോഴും ഒരു ഹെഡ് അവിടെ ഉണ്ടായിരിക്കും. ഉണ്ടോടെ? ആ ഒരു പർട്ടിക്കുലർ സ്റ്റാഫിനോട് അത് ചെയ്യാൻ വേണ്ടി, കൃത്യമായി ചെയ്യാൻ വേണ്ടി അവിടെ എല്ലായിടത്തും ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ട്. സോ പ്രിൻസിപ്പിൾ ക്ലിയർ ആയോ? അതും ക്ലിയർ ആയോ? ആ പ്രിൻസിപ്പിളും ക്ലിയർ ആയോ? ഫസ്റ്റ് 1 ആയി, 2 ആയി, 3 ആയി. 3 പ്രിൻസിപ്പിൾ ക്ലിയർ. ഫസ്റ്റ് ഈ പറഞ്ഞ ജോലി ഡിവൈഡ് എടുക്കുക. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്താ? നിങ്ങളുടെ ജോലി ഡിവൈഡ് ചെയ്ത് തരിക. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എപ്പോഴും ഒരു ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി അതോറിറ്റി ഉണ്ട്. മൂന്നാം പ്രിൻസിപ്പിൾ എന്താ? ഏത് ജോലിയും കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. നാലാമത്തെ പ്രിൻസിപ്പിൾ എന്താ? യൂണിറ്റി ഓഫ് കമാൻഡ് അല്ലേ? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുമ്പോൾ ഒരു ഓർഡർ പലരും കൊടുത്താൽ ശരിയാകത്തില്ല. ഒരു ഓർഡർ കൊടുക്കാൻ വേണ്ടി എപ്പോഴും ഒരു ഹെഡ് എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വാർഡിൽ എപ്പോഴും ഒരു ഇൻചാർജ് ഉണ്ടല്ലോ. നിങ്ങളുടെ വാർഡിൽ ഒരു ഹെഡ് നേഴ്സ് എപ്പോഴും ഉള്ള കാര്യം മനസ്സിലായോ? ഇതിന് വേണ്ടിയാണ് നിങ്ങളുടെ വാർഡുകളിൽ ഈ പറഞ്ഞ ഒരു ഹെഡ് നേഴ്സ് ഇതിനു വേണ്ടിയാ. ഇതിന് വേണ്ടിയാണ്. ഇത്രയും ക്ലിയർ ആയോ? ഈ പറഞ്ഞത് 4 പ്രിൻസിപ്പിൾ ക്ലിയർ ആയോ എല്ലാവർക്കും? 1, 2, 3, 4 ക്ലിയർ ആയോടെ? 4 ക്ലിയർ ആയോ? അഞ്ചാമത്തെ പേരെന്താ? അഞ്ചാമത്തവന്റെ പേരെന്താ? യൂണിറ്റി ഓഫ് ദ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റി ഓഫ് ദ ഡയറക്ഷൻ എന്ന് പറഞ്ഞ എന്താ?
ആർക്ക് പറയാം? സിമ്പിൾ ഉത്തരവാണ്. ഈ പറഞ്ഞ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ എന്താ? ഒറ്റ ഉത്തരവുള്ളൂ. മലയാളത്തിൽ പറഞ്ഞു. ആർക്ക് പറയാം? ആർക്ക് പറയാം? ഒരു എക്സാമ്പിൾ പറയട്ടെ. ഒരു എക്സാമ്പിൾ പറയട്ടെ. യൂണിറ്റി ഓഫ് ദ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ആസ് എ സ്റ്റാഫ് നിങ്ങൾക്കൊരു ഒരു ദിവസത്തെ ലീവ് വേണം. ഒരു ദിവസം ഈ പറഞ്ഞത് ലീവ് വേണമെങ്കിൽ ആ ലീവ് ലെറ്റർ നേരെ കൊണ്ട് സൂപ്പറിന്റെ കൈ കൊടുക്കും. ഒരു ദിവസത്തെ ലീവ് വേണമെങ്കിൽ നേരെ പോയി സൂപ്പറിന്റെ കയ്യിൽ ലീവ് ലെറ്റർ കൊടുക്കോ? ഇല്ല. ആദ്യം സ്റ്റാഫ് നേഴ്സിന്റെ ഹെഡ് നേഴ്സിനോട് കൊടുക്കും. സ്റ്റാഫ് നേഴ്സിന്റെ ഹെഡ് നേഴ്സിന് കൊടുക്കും. അത് ആ പറഞ്ഞ ഹെഡ് നേഴ്സ് അല്ലേ കൊടുക്കുന്നത്. അത് ഈ പറഞ്ഞ ഹെഡ് നേഴ്സ് കൊടുക്കുന്നത് അല്ലേ? സോ ഈ പറഞ്ഞ പ്രോപ്പർ ആയിട്ട് അവിടെ ഈ പറഞ്ഞ യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ലേ, ഓർ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഇല്ലേ? താഴെ നിന്ന് മേളിലോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് യൂണിറ്റി ഓഫ് കമാൻഡ് ഓർ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഉണ്ടോ ഇല്ലേ അവിടെ? സ്റ്റാഫ് നേഴ്സ് ഹെഡ് നേഴ്സിനോട്, ഹെഡ് നേഴ്സ് സൂപ്പറിനോട്, ത്രൂ എ പ്രോപ്പർ ചാനൽ അല്ലേ? ശരിയല്ല? അല്ലാതെ നേരെ പോയി രാവിലെ ലെറ്റർ എഴുതിക്കൊണ്ട് സൂപ്പറിന് റൂമിൽ പോയി നിന്നിട്ടുണ്ടോ? ഉണ്ടായിരിക്കും അല്ലേ? ഉണ്ടായിട്ടുണ്ടോ അവിടെ എപ്പോഴെങ്കിലും ലീവ് ലെറ്ററും കൊണ്ട് നേരെ സൂപ്പർ റൂമിൽ? ലീവ് ലെറ്റർ ആയിരിക്കത്തില്ല, വേറെ ഒന്നായിരിക്കും അല്ലേ? 5 ക്ലിയർ ആയ? 5 ക്ലിയർ. 5 പ്രിൻസിപ്പിൾ എക്സാമ്പിൾ ഓർമ്മിക്കേണ്ട കേട്ടോ. എപ്പോഴും എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്, ഓർമ്മിക്കേണ്ടത്. 5 ക്ലിയർ. ആറാമത്തെ പേരെന്താ? ഇത് പ്രയോറിറ്റി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റ് റാദർ ദാൻ ദ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? The priority to the institutional interest rather than the individual interest എന്ന് പറഞ്ഞാൽ എന്താ? ആർക്ക് പറയാം? സിമ്പിൾ കാര്യം. എന്നാർക്ക് പറയാം? എപ്പോഴും ഇപ്പൊ ഒരാൾ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനെക്കാട്ടിലും എപ്പോഴും നിങ്ങൾ ഈ ഫോളോ ചെയ്യുന്ന എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റ് അല്ലേ? നിങ്ങൾ ഈ പറഞ്ഞത് സ്വന്തം തീരുമാനത്തെക്കാട്ടിലും ആ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്ത പ്രിൻസിപ്പിൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. അല്ലാതെ തോന്നുന്ന സമയത്ത് ഈ പറഞ്ഞ ഡ്യൂട്ടിക്ക് വരാനും തോന്നുന്ന സമയത്ത് ഇറങ്ങി പോകാനും ചെയ്യാറുണ്ടോ? രാവിലെ 7 മണിക്ക് വരണമെങ്കിൽ രാവിലെ 7 മണിക്ക് തന്നെ വരണം. അല്ലാതെ 9 മണിക്ക് വന്നാൽ പറ്റോ? അല്ലാതെ 9 മണിക്ക് വന്നാൽ പറ്റോ? ആ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ കുറെ റൂൾസ് ഉണ്ട്, അതല്ലേ ഫോളോ? ശരിയല്ലേ? അതല്ലേ ഫോളോ ചെയ്യുന്നത് അല്ലെ? അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഞങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങളുടെ സ്വന്തം ഇൻട്രസ്റ്റ് അനുസരിച്ച് തോന്നുന്ന സമയത്ത് തോന്നുമ്പോൾ ഡ്യൂട്ടിക്ക് പോയാൽ പറ്റോ? രാവിലെ ഡ്യൂട്ടിക്ക് ഉച്ചയ്ക്ക് പറ്റോ? രാവിലത്തെ ഏർലി ഡ്യൂട്ടിക്ക് വേണ്ടി ഉച്ചയ്ക്ക് പറ്റോ? പറ്റില്ല. സോ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ നിങ്ങൾ ഫോളോ ചെയ്യണം. അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ്, ആ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് നിങ്ങൾ ജോലി ചെയ്യേണ്ടത്. അല്ലാതെ സ്വന്തം ഇൻട്രസ്റ്റ് അനുസരിച്ചല്ല ജോലി ചെയ്യാനുള്ളത്. ശരിയല്ലേ? അടുത്ത വർഷം എന്താ? അടുത്തെന്താണ്? റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 7ാമത്തെ പേരെന്താ? റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ? ആർക്ക് പറയാം? ശമ്പളം അല്ലേ? നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക്, നിങ്ങൾ എന്ത് ജോലി ചെയ്താലും ശമ്പളത്തിനല്ല ജോലി ചെയ്യേണ്ടത്. അതാണ് അടുത്ത പ്രിൻസിപ്പിൾ. നിങ്ങൾ ജോലി ചെയ്താൽ ശമ്പളം കിട്ടണം അല്ലേ? വെറുതെ ജോലി ചെയ്യാൻ പാടില്ല. ഈ പറഞ്ഞ നിങ്ങൾ ജോലി ചെയ്താൽ ആ ജോലിക്ക് അനുസരിച്ചുള്ള ശമ്പളം കിട്ടണം. അതാണ് അടുത്ത് വരുന്ന പ്രിൻസിപ്പിൾ. 7 എണ്ണമായി. ആലോചിച്ചു. ഈ പറഞ്ഞ 7 സ്റ്റാഫ് നേഴ്സിന്റെ ഇത് ലൈഫ് ഫോളോ ചെയ്യാറില്ലേ? ഈ പറഞ്ഞ 7 സ്റ്റാഫ് നേഴ്സിൽ ലൈഫിൽ ഫോളോ ആയിട്ടുണ്ടോ? ആസ് എ സ്റ്റാഫ് നേഴ്സ് നിങ്ങൾ ലൈഫിൽ 7 ഫോളോ ആയിട്ടുണ്ടോ? ഉണ്ടോ? പറയും. അപ്പൊ ഫസ്റ്റ് ഏതാ പറഞ്ഞത്? ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായിട്ടുണ്ടോ? ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഏതാ? ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറയാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഏതാ? ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായിട്ടുണ്ടല്ലോ. ഉണ്ട്. സെക്കൻഡ് പ്രിൻസിപ്പിൾ ഏതാ? സെക്കൻഡ് ഏതാ? അതോറിറ്റി പ്രിൻസിപ്പിൾ അല്ലേ? അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും. ആൻഡ് തേർഡ് ഏതാ?
ഡിസിപ്ലിൻ അല്ലേ, ഡിസിപ്ലിൻ. ആൻഡ് ദ ഫോർത്ത് ഏതാ, യൂണിറ്റ് ഓഫ് കമാൻഡ്. അഞ്ചാമത്തെ പേരെന്താ, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. ആറാമത്തവന്റെ പേരെന്താ, പ്രയോറിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റ് rather than ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. ഏഴാമത്തെ പേരെന്താ, ശമ്പളം. വിളിക്കുന്ന പേര് ദ റെമ്യൂണറേഷൻ അല്ലേ. 7 ക്ലിയർ ആയോടെ, 7 ക്ലിയർ ആയോടെ. എട്ടാമത്തവന്റെ പേര് ഈ ഇടയ്ക്ക് ഒരു എക്സാമിന് കണ്ടിട്ടുണ്ട്, സെൻട്രലൈസേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും എക്സാംസിന് സെൻട്രലൈസേഷൻ ആക്കിയിട്ടുണ്ടോ? ഈ ഇടയ്ക്ക് ഏതോ ഒരു എക്സാമിൽ ചോദ്യം വരുന്നു സെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്താണ് ഈ സംഭവം? എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇന്ന് മാനേജ്മെന്റ് ഏറ്റവും ബെസ്റ്റ് സംഭവം വരുന്നത് ഇവിടെയാണ്. എന്താ സംഭവം? എന്തായിരിക്കും? എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇന്ന് മാനേജ്മെന്റ് ഏറ്റവും ബെസ്റ്റ് സംഭവം പറഞ്ഞത് ഇവിടെയാണ്. എന്താ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രലൈസേഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഏറ്റവും ബെസ്റ്റ് പാർട്ട് വരുന്ന സ്ഥലം ഇവിടെയാണ്, സെൻട്രലൈസേഷൻ. ആർക്ക് പറയാം? എപ്പോഴും ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി ഒരാളെ പാടുള്ളൂ, അല്ലാതെ ഒരുപാട് ആൾ പാടില്ല. ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി എപ്പോഴും അൾട്ടിമേറ്റ് ആയിട്ട് ഒരാളെ പാടുള്ളൂ. ശരിയല്ലേ? ഏതൊരു തീരുമാനം എടുക്കാൻ വേണ്ടി ഒരുപാട് ആൾ പാടില്ല. ഇന്ന് മാനേജ്മെന്റ് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഒരാളെ പാടുള്ളൂ എന്ന് പറയുന്ന വാക്ക് ഏതാ? സെൻട്രലൈസേഷൻ. മറക്കോടെ, സിമ്പിൾ ഉത്തരവാണ്. സെൻട്രലൈസേഷൻ കേൾക്കുമ്പോൾ ആരും പേടിക്കണ്ട. എപ്പോഴും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി എപ്പോഴും ഒരാളെ ഉള്ളൂ എന്ന് പറയണമെങ്കിൽ ആ വാക്കിനെ വിളിക്കുന്ന പേരെന്താ? സെൻട്രലൈസേഷൻ. ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഒരാളെ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി എല്ലാ സബ്ജക്റ്റും എടുക്കുന്നത് ഞാനാണ്. ആ ഒരു തീരുമാനം എടുക്കുന്ന ആളാരപ്പോ? ഞാനല്ലേ? അല്ലാതെ റിസർച്ച് എടുക്കുക ഒരാൾ, മാനേജ് എടുക്കുക ഒരാൾ, എന്താണ് ബാക്കി സബ്ജക്ട് പീഡിയാട്രിക് എടുക്കുക ഒരാൾ, OB എടുക്കുക ഒരാൾ. അങ്ങനെ മാറിപ്പോയാൽ പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റുമോ? ഒരു തീരുമാനം കറക്റ്റ് ആവോ? ഇല്ല അല്ലേ? ഈ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാത്രം അവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ശരിയാവോ? ഏതെങ്കിലും സബ്ജക്റ്റിന് മാത്രം മാർക്ക് കിട്ടിയാൽ പാസ്സാവും? എല്ലാ സബ്ജക്റ്റും ഒരുപോലെ വേണ്ടേ? എല്ലാ സബ്ജക്റ്റിനും ഒരുപോലെ വേണമെങ്കിൽ അവിടെ ഒരാൾ വേണ്ടേ? ഒരാളുടെ വഴിയിൽ പോകേണ്ടത്. എല്ലാ സബ്ജക്റ്റിനും ഒരുപോലെ മാർക്ക് വേണമെങ്കിൽ അതോറിറ്റി എപ്പോഴും ഒരാളുടെ കയ്യിലായിരിക്കണ്ടേ? അപ്പോൾ ഇവിടെ ഞാൻ ഫോളോ ചെയ്യുന്നതായിരിക്കും ഈ സംഭവം അല്ലേ? അപ്പൊ ഇവിടെ ഞാൻ ഫോളോ ചെയ്ത സംഭവം എന്താ? ഞാൻ ഇവിടെ ഫോളോ ചെയ്ത സംഭവം എന്താ? സെൻട്രലൈസേഷൻ അല്ലേ? എപ്പോഴും അതോറിറ്റി ഒരാളുടെ കയ്യിലല്ലേ? എല്ലാ സബ്ജക്റ്റിനെയും കൺട്രോൾ എന്റെ കയ്യിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരപ്പം എന്തായിരിക്കും? എല്ലാ സബ്ജക്റ്റിനെയും കൺട്രോൾ എന്റെ കയ്യിലാണെങ്കിൽ ആ പറഞ്ഞ അതോറിറ്റി വിളിക്കുന്ന പേരെന്താ? സെൻട്രലൈസേഷൻ. ശരിയല്ലേ? സെൻട്രലൈസേഷൻ ശരിയല്ലേ? സെൻട്രലൈസേഷൻ ചോദിക്കും. സെൻട്രലൈസേഷൻ വരുന്നുണ്ട്. ഈ 8 എണ്ണമായി. 8 എണ്ണമായോ? ഓർമ്മിക്കുക. ഒരു മാനേജ്മെന്റ് കൃത്യമായി പോകണമെങ്കിൽ എപ്പോഴും സെൻട്രലൈസേഷൻ വേണ്ടേ? ഒരു മാനേജ്മെന്റ് എപ്പോഴും കൃത്യമായി വർക്ക് ചെയ്യണമെങ്കിൽ സെൻട്രലൈസേഷൻ വേണം. ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ഈ വീണ്ടും പറഞ്ഞുതരും. വളരെ കുഞ്ഞു ക്ലാസ് ആണ്, ഇപ്പൊ തീരും. ഞാൻ വീണ്ടും പറഞ്ഞുതരും. സോ എപ്പോഴും ഒരൊറ്റ ആൾ മാത്രം തീരുമാനം എടുക്കണമെങ്കിൽ വിളിക്കുന്ന പേരെന്താ? എപ്പോഴും ഒരൊറ്റ ആൾ മാത്രമാണെങ്കിൽ തീരുമാനം എടുക്കാൻ ഉണ്ടെങ്കിൽ വിളിക്കുന്ന പേരെന്താണ്? സെൻട്രലൈസേഷൻ. അപ്പൊ അതുമായി 8 എണ്ണമായി 9ാമത്തെ പേരാണ് സ്കെയിലാർ ചെയിൻ ഓഫ് കമാൻഡ്. ഇതും കേരള PC പ്രീവിയസ് ചോദ്യമാണ്. സ്കെയിലാർ ചെയിൻ ഓഫ് കമാൻഡ് ക്വസ്റ്റ്യൻ കണ്ടോ? എവിടെയെങ്കിലും ഓപ്ഷനകത്ത് സ്കെയിലാർ ചെയിൻ ഓഫ് കമാൻഡ് കണ്ടിട്ടുണ്ട്? എന്താ സംഭവം? സ്കെയിലാർ ചെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ആർക്ക് പറയാം? ആർക്ക് പറയാം? ഏറ്റവും ടോപ്പിൽ നിന്ന് ഏറ്റവും താഴോട്ട് എന്ത് വേണം? ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്ന് ഏറ്റവും ഇത് ലോവർ ലെവൽ എന്ത് വേണം? അവിടെ ഇതിന്റെ ചെയിൻ ഓഫ് സുപ്പീരിയർ ഉണ്ടോ? ഒരു ഹോസ്പിറ്റലിലായാലും ഒരു മാനേജ്മെന്റ് ആയാലും ഏറ്റവും മുകളിൽ താഴോട്ട് എപ്പോഴും ഒരു ഇതുണ്ടോടെ? ഒരു മാനേജ്മെന്റ് ലെവൽ ഉണ്ടോടെ?
ഉണ്ടോടെ? ഏറ്റവും മുകളിൽ താഴോട്ട്, ഏറ്റവും മുകളിൽ താഴോട്ട് ഉണ്ടോ? ഉണ്ട്. അപ്പൊ അതുമായല്ലോ സ്കെയിലർ ചെയിൻ ഓഫ് കമാൻഡുമായി. അടുത്ത 10ാമത്തെ പേരെന്താ? ഓർഡർ എന്ന് പറയാം. അടുത്ത 10ാമത്തെ എന്ന് പറയുന്നത് ഓർഡർ. എല്ലാത്തിനും ഒരു പ്രോപ്പർ വേ ഉണ്ട്. എല്ലാത്തിനും പ്ലാനിങ് വേണം. ആ പ്ലാനിങ് ഒരു പ്രോപ്പർ വേയും വേണ്ട. എല്ലാത്തിനും, എല്ലാ കാര്യത്തിനും ഒരു അടുക്കും ചിട്ടയും വേണ്ടേ? പച്ച മലയാളത്തിലും പറയുകയാണെങ്കിൽ എല്ലാ ജോലിയും ചെയ്യാൻ വേണ്ടി ഒരു അടുക്കും ചിട്ടയും വേണ്ടേ? വേണമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ? എല്ലാ ജോലിക്കും ഒരു അടുക്കും ചിട്ടയും വേണമെങ്കിൽ അതിനെ പറയുന്ന പേരെന്താ? ഓർഡർ എന്ന് പറയാം, അല്ലേ? ശരിയല്ലേ? എല്ലാ കാര്യത്തിനും ഒരു അടുക്കും ചിട്ടയും വേണമെങ്കിൽ അതിനെ പറയുന്ന പേരെന്താ? ഓർഡർ എന്ന് പറയാം. എത്രയായി മൊത്തം? എത്രയായി? 10 10 അത് 11 ഇക്വിറ്റി ആണോ ഇക്വാലിറ്റി ആണോ? അവിടെ തെറ്റിക്കരുത്. ഇക്വിറ്റി ഓർ ഇക്വാലിറ്റി? ഇക്വിറ്റി അല്ലേ? ഇക്വിറ്റി എന്ന് പറഞ്ഞാ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പറയാം. നിങ്ങൾ പലപ്പോഴും പറഞ്ഞ വാക്കുണ്ട്, പലപ്പോഴും ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന വാക്കുണ്ട്, ഇത് പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. ശരിയാണോ? നിങ്ങൾ പലപ്പോഴും പലയിടത്തായിട്ട് വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്, പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല സിസ്റ്ററെ പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. എവിടെ യൂസ് ചെയ്തിട്ടുണ്ടോ? എവിടെ യൂസ് ചെയ്തിട്ടുണ്ടോ? എവിടെയെങ്കിലും ആ ഒരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടോ? സിസ്റ്റർ പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല, എനിക്ക് അത് തന്നെ വേണം, എനിക്ക് ഇന്നതിന് തരണം. സിസ്റ്റർ എപ്പോഴും ആ സിസ്റ്ററിന് മാത്രം കൊടുക്കാറുണ്ട്, എനിക്ക് ആ ജോലി തരത്തില്ല. പാർഷ്യാലിറ്റി കാണിക്കരുത്. അവർ പറഞ്ഞിട്ടുണ്ടോടെ? ആലോചിച്ച് നോക്കിയാലേ സിസ്റ്റർ, എനിക്ക് ആ വാർഡിൽ ഡ്യൂട്ടി തരണം. എപ്പോഴും ആ സിസ്റ്ററിന് മാത്രം ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു വാർഡ് മാത്രം കൊടുക്കാറുണ്ട്, എനിക്ക് മാത്രം എപ്പോഴും വളരെ കഷ്ടപ്പാടുള്ള കാഷ്വാലിറ്റി തരാറുണ്ട്, ഓട്ടി തരാറുണ്ട്. സിസ്റ്റർ പാർഷ്യാലിറ്റി കാണിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടോടെ? ഉണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രിൻസിപ്പൽ എന്തായിരിക്കും? എപ്പോഴും ഒരു സ്റ്റാഫിന് എന്തായിരിക്കും? എല്ലാ എംപ്ലോയീസിനും ഫെയർ ആൻഡ് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എല്ലാ സ്റ്റാഫുകൾക്കും ഫെയർ ആൻഡ് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ അതിനെ പറയുന്നത് എന്താ? ഇക്വിറ്റി എന്ന് പറയാം. ഇക്വാളിറ്റി അല്ല, ഇക്വിറ്റി എന്ന് പറയാം. എല്ലാ എംപ്ലോയീസിനും ഫെയർ ആൻഡ് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിനെ പറയുന്ന പേരെന്താ? ഇക്വിറ്റി എന്ന് പറയാം. സോ ദീസ് ആർ ദ 11 പ്രിൻസിപ്പിൾ. ക്ലിയർ? അവിടെ സിമ്പിൾ അല്ലേ? 11 പ്രിൻസിപ്പിൾ പഠിക്കാൻ. 11 പഠിക്കാൻ ഈസി അല്ലേ? സിമ്പിൾ അല്ലേ? ക്ലിയർ ആയോ? 11 ക്ലിയർ അവിടെ. സോ ഞാൻ വീണ്ടും പറയട്ടെ, ഫസ്റ്റ് തൊട്ട് ഇന്നത്തെ ക്ലാസ് വീണ്ടും പറയട്ടെ. ഇപ്പൊ പഠിച്ചോളാം, സ്പോട്ടിൽ പഠിച്ചോളാം. പറയട്ടെ, എന്താ ഈ പറഞ്ഞത്? മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ മാനേജ്മെന്റ്? എനേബിളിംഗ് പ്രോസസ്. എനേബിളിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ എനേബിളിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? ചോദിക്കും. മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയല്ലേ? എന്താ മാനേജ്മെന്റ്? എന്താ? നമ്മൾ മറ്റൊരാളെ കൊണ്ട് ജോലി ചെയ്യും. ഈ പറഞ്ഞ സബോർഡിനേറ്റിനെ കൊണ്ട് സുപ്പീരിയർ ജോലി ചെയ്യിപ്പിച്ചാൽ പറയുന്ന പേരെന്താ? വീണ്ടും പറഞ്ഞു തരികയാണ്, ഒന്നുകൂടെ പഠിക്കാം. ഈ പറഞ്ഞ സബോർഡിനേറ്റിനെ കൊണ്ട് സുപ്പീരിയർ ജോലി ചെയ്യിപ്പിച്ചാൽ പറയുന്ന പേരെന്താ? ആർക്ക് പറയാം? ചോദിക്കൂടെ? സബോർഡിനേറ്റിനെ കൊണ്ട് സുപ്പീരിയർ ജോലി ചെയ്യിപ്പിച്ച് പറയുന്ന പേരെന്താ? മാനേജ്മെന്റ് അല്ലെ? മാനേജ്മെന്റ്. അപ്പൊ ആരാ ഈ പറയുക? ഫാദർ ഓഫ് മാനേജ്മെന്റ് ആരാ? വീണ്ടും പറഞ്ഞു തരികയാണ്, ഫാദർ ഓഫ് മാനേജ്മെന്റ് ആരാ? ഇപ്പൊ പഠിച്ചോ? സ്പോട്ടിൽ പഠിക്കുക. എനിക്ക് എന്റെ ക്ലാസ് പിന്നെ പഠിക്കാൻ നിൽക്കരുത്. സ്പോട്ടിൽ പഠിച്ചോ? ആരാ ഫാദർ ഓഫ് മാനേജ്മെന്റ്? ലൂതർ കുലിയ. ഇനി ആരാ ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ? എല്ലാരും പറയട്ടെ, ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആരാ? ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഹെൻറി ഫയോൾ. മൂന്നാമത്തെ ചോദ്യം, ആരാ ഫാദർ ഓഫ് ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? വുഡ്രോ വിൽസൺ. 3 കാര്യം അറിയണം. 3 കാര്യം ഇമ്പോർട്ടന്റ് ചോദിക്കും. യെസ്, ക്ലിയർ ആയോ? ഇനി
ഈ പറഞ്ഞ ഒരു ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറെ പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പറഞ്ഞ പ്രിൻസിപ്പിൾ വഴി കുറെ ജോലി ചെയ്യിപ്പിച്ച് വിളിക്കുന്ന പേരെന്താ? ഒരു ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറെ പ്രിൻസിപ്പിൾ ഉണ്ട്, അത് വെച്ച് ജോലി ചെയ്യിപ്പിച്ച് വിളിക്കുന്ന പേരെന്താ? അഡ്മിനിസ്ട്രേഷൻ അല്ലേ? കുറെ ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ഉണ്ട്, കുറെ ഒബ്ജക്റ്റീവ്സ് കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് വിളിക്കുന്ന പേരെന്താ? അഡ്മിനിസ്ട്രേഷൻ. ഇത് നോക്കി എന്താ? വേറെ നോക്കി എന്താ? വേറെ നോക്കി എന്താ? പ്രിൻസിപ്പിൾസ് അല്ലേ? പ്രിൻസിപ്പിൾ ഇത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഏതാ? ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആലോചിച്ച് നോക്കി. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഏതാ? ഡിവിഷൻ ആവുമല്ലേ? അതിന് മുമ്പ് ചോദിക്കും ഈ പറഞ്ഞ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആരാ ഫോർമുലേറ്റ്? ചോദ്യം പല പ്രാവശ്യം ചോദ്യമാണ്. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആരാ ഫോർമുലേറ്റ് ചെയ്തത്? ഹെൻറി ഫയോൾ ആണോ? ഹെൻറി ഫയോൾ. ചോദ്യം ഇങ്ങനെയും ചോദിക്കും, ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നോ ഓർ ദ മാനേജ്മെന്റ് ഓഫ് ദ പ്രോസസ് ചോദിച്ചാലോ? ദ മാനേജ്മെന്റ് പ്രോസസ് ചോദിച്ചാലോ? ദ മാനേജ്മെന്റ് പ്രോസസ് ആരായിരിക്കും? രണ്ടൊന്നല്ലേ? ഹെൻറി ഫയോൾ ആണ്. ദ മാനേജർ പ്രോസസ് എന്ന് ചോദിച്ചാലും ഹെൻറി ഫയോൾ ആണ്. ചോദിക്കും 14 പ്രിൻസിപ്പിൾസ് പറഞ്ഞ ആരാണ് ഈ പറഞ്ഞ 14 പ്രിൻസിപ്പിൾസ് പറഞ്ഞ ചോദ്യം കണ്ടുകൊണ്ടായിരിക്കും. 14 പ്രിൻസിപ്പിൾസ് പറഞ്ഞ ഹെൻറി ഫയോൾ ആണോ, ഓർ ദ ലൂതർ ഗുലിയാക്ക് ആണോ, ഓർ ദ വുഡ്രോ വിൽസൺ ആണോ? ഹെൻറി ഫയോൾ. സോ അത് ഫസ്റ്റ് പറഞ്ഞ പ്രിൻസിപ്പിൾ ഏതാ? ദ ഡിവിഷൻ ഓഫ് ലേബർ അല്ലേ? ഫസ്റ്റ് പറഞ്ഞ പ്രിൻസിപ്പിൾ ഏതാ? ദ ഡിവിഷൻ ഓഫ് ലേബർ അല്ലേ? പലർക്കായിട്ട് ജോലി ഡിവൈഡ് കൊടുക്കും, പലർക്കായിട്ട് നിങ്ങളുടെ ജോലി അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ദ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഏതാ? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി അല്ലേ? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ആൻഡ് തേർഡ് വൺ ഈസ് ഏതാ? അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞാൽ ഡിസിപ്ലിൻ. മൂന്നാമത്തെ പേരെന്താ? ഡിസിപ്ലിൻ. നാലാമത്തെ പേരെന്താ? 4 യൂണിറ്റി ഓഫ് കമാൻഡ്. ഒരു ജോലി പല ആൾക്കാർ ചെയ്യിപ്പിക്കാൻ പറയാൻ പാടില്ല. എപ്പോഴും ഒരു ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരാൾ വേണമല്ലേ? ഒരു സുപ്പീരിയർ വേണം, അല്ലെങ്കിൽ ഒരു ഹെഡ് വേണം. ഒരു ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി എപ്പോഴും ഒരു ഹെഡ് വേണം, യൂണിറ്റി ഓഫ് കമാൻഡ് വേണം. 4. അഞ്ചാമത്തെ പേരെന്താ? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. എന്ന് പറയുന്നത് എന്താണ്? ഞാൻ എക്സാം പറഞ്ഞു. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ലീവ് ആപ്ലിക്കേഷൻ ഓർമ്മയുണ്ടോ? ലീവ് ആപ്ലിക്കേഷൻ എക്സാമ്പിൾ ഓർമ്മിക്കുക. യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ അല്ലേ? യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. ആറാമത്തവന്റെ പേരെന്താ? പേര് ഒരാളുടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനെക്കാട്ടിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റ് ആണ് വലുത് അല്ലേ? ആറാമത്തവന്റെ പേരെന്താ? ഒരാളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനെക്കാട്ടിലും ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനെക്കാട്ടിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻട്രസ്റ്റ് ആണ് വലുത്. ഏഴാമത്തവന്റെ പേരെന്താ? ശമ്പളം കൊടുക്കണം. ജോലി ചെയ്താൽ ശമ്പളം വേണമെങ്കിൽ വിളിക്കുന്ന പേരെന്താ? റെമ്യൂണറേഷൻ അല്ലേ? റെമ്യൂണറേഷൻ. 7. എട്ടാമത്തവന്റെ പേരെന്താ? ദ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നതായിരിക്കും. അതോറിറ്റി എപ്പോഴും ഒരാളുടെ കയ്യിലായിരിക്കണം. അൾട്ടിമേറ്റ് തീരുമാനം എടുക്കുന്ന ആൾ ഒരാളെ പാടുള്ളൂ അല്ലെ? അൾട്ടിമേറ്റ് തീരുമാനം എടുക്കുന്ന ആൾ എപ്പോഴും ഒരാളെ പാടുള്ളൂ. അടുത്ത പ്രിൻസിപ്പിൾ ഏതാ? സ്കെയിലർ ചെയിൻ ഓഫ് കമാൻഡ് അല്ലെ? സ്കെയിലർ ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറയാൻ എന്തായിരിക്കും? നേരത്തെ പറഞ്ഞു എന്തായിരിക്കും? ഏറ്റവും ഇൻ ദ ടോപ്പ് ലെവലിൽ നിന്ന് ഏറ്റവും ലോവസ്റ്റ് ലെവൽ വരെ ഒരു മാനേജ്മെന്റ് പ്രോസസ് വേണ്ടേ? ഏറ്റവും ലോവർ ലെവലിൽ നിന്ന് ഓർ ദ ടോപ്പിലോട്ട് ഒരു സ്കെയിലർ അല്ലെ, ഒരു ചങ്ങല പോലെ വേണ്ടേ? ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട്, താഴെ നിന്ന് മുകളിലോട്ട് ഒരു ചെയിൻ പോലെ വേണം. അടുത്ത 10 ഓർഡർ എന്താണ്? എല്ലാ കാര്യത്തിലും ഒരു അടുക്കും ചിട്ടയും വേണ്ടേ? എല്ലാ കാര്യത്തിലും ഒരു അടുക്കും ചിട്ടയും വേണം. ലാസ്റ്റ് ഉണ്ട് 11 ഇക്വിറ്റി. എല്ലാ ജോലിക്കും ഈക്വൽ ആൻഡ് ഫെയർ ഇമ്പോർട്ടൻസ് കൊടുക്കണം എല്ലാ എംപ്ലോയീസിനും അല്ലേ? എല്ലാ എംപ്ലോയീസിനും ഞാൻ ചെയ്യുന്നുണ്ടല്ലേ? ആലോചിച്ച് നോക്കുക. ഞാൻ എല്ലാ സ്റ്റുഡൻസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലേ? ഞാൻ എല്ലാ സ്റ്റുഡൻസിനും ഈക്വൽ ഫെയർ ആൻഡ് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ അത് ഇക്വിറ്റി അല്ലേ? ആണോ അല്ലയോ? ഞാൻ എല്ലാ സ്റ്റുഡൻസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഇക്വിറ്റിയാണ്.
ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയാണെന്ന് വിളിക്കാം. ഞാൻ പഠിപ്പിക്കുന്ന എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയാണെന്ന് വിളിക്കാടെ. ഓർഡർ ഉണ്ട്. സ്കെയിലാർ സിഗ്നൽ കമാൻഡ് ഞാൻ ഒറ്റയ്ക്കാണ് അല്ലേ? അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? അല്ലേ? ഇപ്പൊ ഒരു തീരുമാനം എടുക്കാൻ ഞാൻ ഒറ്റയ്ക്ക് എന്ത് വിളിക്കാം? ഒരു തീരുമാനം എടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് എന്ത് വിളിക്കാം? അതെന്ത് വിളിക്കാം? ഈ യൂണിറ്റ് കമാൻഡ് വരുന്നതല്ലേ? ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് തീരുമാനം എടുത്തത് അല്ലേ? ഒറ്റയ്ക്കാണ് തീരുമാനം എടുത്തത്. യൂണിറ്റ് കമാൻഡ് ഉണ്ട്. സെൻട്രലൈസേഷൻ തുടങ്ങി. സെൻട്രലൈസേഷൻ ഒരു അൾട്ടിമേറ്റ് തീരുമാനം എടുക്കുന്ന ആരാ? അൾട്ടിമേറ്റ് തീരുമാനം എടുക്കുന്ന ഞാനല്ലേ? അൾട്ടിമേറ്റ് തീരുമാനം ഇന്ന ദിവസം ഇന്ന ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കണം, ഇന്ന ദിവസം ഇവർക്ക് ഇന്ന ക്ലാസ് കൊടുത്താൽ മതി, ഇന്ന ദിവസം റിസർച്ച് എടുക്കണം, ഇന്ന ദിവസം മാനേജ് എടുക്കണം, ഇന്ന ദിവസം അഡ്മിനിസ്ട്രേഷൻ എടുക്കണം. അൾട്ടിമേറ്റ് തീരുമാനം ഞാൻ എടുത്താൽ എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? നിങ്ങളെ പഠിപ്പിക്കാനുള്ള കാര്യത്തിന് വേണ്ടി അൾട്ടിമേറ്റ് തീരുമാനം ഞാൻ എടുത്താൽ എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? സെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ. സോ ദീസ് ആർ ദ 11 പ്രിൻസിപ്പിൾ ക്ലിയർ അവിടെ. 11 പ്രിൻസിപ്പിൾ ക്ലിയർ അവിടെ. സിമ്പിൾ അല്ലേ പഠിക്കാൻ? ഞാനൊരു കാര്യം 1, 2, 3, 4 പ്രാവശ്യം പറഞ്ഞു. ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ആൾക്കാർ കിട്ടും, ഒരു ക്വസ്റ്റ്യൻ കിട്ടും. സോ ഇതാണ് ദ ഫസ്റ്റ് ചാപ്റ്റർ. ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പ്, ഒരൊറ്റ ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ 14 പ്രിൻസിപ്പിളിൽ നിന്നോ, ഒന്നുകിൽ ഈ പറഞ്ഞ 14 പ്രിൻസിപ്പിളിൽ നിന്നോ, അല്ലെങ്കിൽ ഉത്തരം അറിയാം. അല്ലെങ്കിൽ എവിടെന്നാ? അല്ലെങ്കിൽ ഫാദേഴ്സ് അല്ലേ? ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേഷനോ, ഫാദർ ഓഫ് ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷനോ, അല്ലെങ്കിൽ ഫാദർ ഓഫ് മാനേജ്മെന്റോ 3 ചോദ്യം അവിടെ ചോദിക്കാം. ഒന്നുകിൽ 3 ചോദ്യം, അല്ലെങ്കിൽ 1 ചോദ്യം. അല്ലെങ്കിൽ ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഫാദർ ഓഫ് ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഫാദർ ഓഫ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ 14 പ്രിൻസിപ്പൾ. 4 ചോദ്യം ഇവിടെ നിന്ന് കിട്ടും. ക്ലിയർ? ക്ലിയർ? ക്ലിയർ ആയി എല്ലാവർക്കും? ക്ലിയർ? കിട്ടിയോ? യെസ്, മതി. ഇന്നത്തെ ഇത് മതി. ഓക്കെ, മതിയല്ലോ. ഈസി അല്ലേ? ഒരു പാടില്ലല്ലോ പഠിക്കാൻ. ഇത്ര ദിവസം എന്ത് വിചാരിച്ചു? ഈ പറഞ്ഞ മാനേജ്മെന്റ് പാടുന്നതാണോ? ഇത്ര ദിവസം മാനേജ്മെന്റ് പാടുന്നതാണോ വിചാരിച്ച? മാനേജ്മെന്റ് പാട്, അഡ്മിനിസ്ട്രേഷൻ പാട്, റിസർച്ച് പാട്. ശരിയല്ലേ? റിസർച്ച് പാടാ സാർ, മാനേജ്മെന്റ് പാടാ സാർ, അഡ്മിനിസ്ട്രേഷൻ പാടാ സാർ. ഒരു പാടുമില്ല ഇവിടെ. ഞാൻ പാടും, കേട്ട് പഠിക്കുക. ഓക്കെ, ഞാൻ ഇവിടുന്ന് പാടുന്ന കാര്യം പഠിച്ചെടുക്കുക. ഓക്കെ. സർക്കാർ ജോലി വേണ്ടേ? അല്ലെങ്കിൽ പ്രൈവറ്റിൽ പോയാൽ മതിയോ? കിട്ടുന്ന ശമ്പളം തികയുന്നില്ല. 25-ാം തീയതി ആകുമ്പോൾ പൈസ കിട്ടും, തികയുന്നില്ല. ബാക്കി 5 ദിവസം എങ്ങനെ ഓട്ടിക്കണം അറിഞ്ഞുകൂടാ. സോ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. നമുക്ക് എന്താണ് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.